കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വിവാഹമായിരുന്നു ജോഷിനിയുടെ വിവാഹം. ഒരു ഹിന്ദു വിവാഹമായിരുന്നു ജോഷിനിക്ക് നടന്നത്. ഇപ്പോഴിതാ ഹിന്ദു വിവാഹത്തിന് ശേഷം ആ താലിച്ചരട് മാറ്റുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സാധാരണ താലിച്ചരട് മാറ്റുന്നത് ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ പൂജാമുറിയുടെ മുൻപിലോ നിന്നായിരിക്കാം. എന്നാൽ ഇത്തവണ പതിവ് തെറ്റിച്ച് നമ്മുടെ സ്വകാര്യമായ നിമിഷത്തിൽ അത് ആസ്വദിക്കുകയാണ് ജോഷിനിയും ഭർത്താവും. ഇപ്പോൾ താലിച്ചരട് മാറ്റി താലി ഇടുന്ന ഒരു ചടങ്ങാണത്. അത് വളരെയധികം സന്തോഷത്തോടെയാണ് ചെയ്യുന്നതും പ്രേക്ഷകർ ഇപ്പോൾ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പണ്ടൊക്കെ അത് വളരെയധികം ദൈവികമായി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്നത് മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങുന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ് എന്ന് പറയാം. അത്തരത്തിൽ മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങുന്നതിനെക്കുറിച്ചും പ്രേക്ഷകർ സംസാരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. കാരണം ഓരോ തവണയും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വാക്കുകൾ കൊണ്ട് നിറയുകയാണ്. ജോഷിനിക്ക് ആശംസകൾ അറിയിച്ചെത്തുന്നവർ ഇപ്പോഴും എത്തുന്നു. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത്. ഇരുവരുടേതും പ്രണയ വിവാഹമായിരുന്നു എന്ന് പലർക്കും അറിയില്ലായിരുന്നു. ജോഷിനിയുടെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഇപ്പോഴാണെന്ന് പറയാം. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നൊരു വാർത്തയായി കൂടി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ആരാധകരോടുള്ള സ്നേഹവും പലപ്പോഴായി ജോഷിന പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷക പ്രീതിയോടെ തന്നെ മുന്നേറുന്ന ഒരു താരമാണ് ജോഷിന. ജോഷിനയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. എല്ലാ താരങ്ങളെയും, സിനിമയ്ക്കകത്തും പുറത്തും സൗഹൃദമുള്ള നിരവധി താരങ്ങളെയും താരങ്ങളല്ലാത്തവരെയും സിനിമ സീരിയൽ ബന്ധമുള്ളവരെയും ഒക്കെ ജോഷിന വിവാഹം വിളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു താരവിവാഹമായി തന്നെ ജോഷിനയുടെ വിവാഹം അറിയപ്പെടുകയും ചെയ്തു. ഹിന്ദു രീതിയിൽ നടന്ന വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് എല്ലാവരും ഏറ്റെടുത്തത്. ജോഷിനയുടെ വിവാഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചെത്തിയത്. ആരെങ്കിലും വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ജോഷിന ഓരോ പോസ്റ്റ് പങ്കുവച്ചത്. എൻ്റെ ആരാധകരെല്ലാവരും എന്നോട് ചോദിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എൻ്റെ വിവാഹം. അങ്ങനെ ആ ദിവസം വന്നെത്തി. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ജോഷിനയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നല്ലോ. എല്ലാവരും അത് തന്നെയാണ് പറയുന്നതും. ജോഷിനെ സംബന്ധിച്ച് ഈ ഒരു ദിവസത്തിന് വേണ്ടി ജോഷിന ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടാകും. ഒരു ഹിന്ദു രീതിയിൽ നടന്ന വിവാഹമായതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ജോഷിനയുടെയും ശ്രീജുവിൻ്റെയും വിവാഹം ഏറ്റെടുക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആയിരുന്നു മാർച്ച് 15-ാം തീയതി ഞങ്ങൾ വിവാഹിതരാകുകയാണ് എന്ന് ജോഷിന എല്ലാവരെയും അറിയിച്ചത്. അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച എല്ലാ വാർത്തയും വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇരുവരും ഒന്നിച്ചത്. അങ്ങനെ ഒരു സന്തോഷം കൂടി ഇവരുടെ പ്രണയ ജീവിതത്തിനുണ്ട്. ഇവരുടെ പ്രണയ വിവാഹം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ സമ്മതിപ്പിക്കാനൊക്കെയുള്ള ഒരു താമസത്തിലായിരുന്നു ഇവർ ഇത്രയും നാളും കാത്തിരുന്നത്. ഇപ്പോൾ വീട്ടുകാർ സമ്മതിച്ച് ആഘോഷമാക്കി ഇപ്പോൾ വിവാഹം ഗംഭീരമായി നടത്തുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.